ഒന്നിനോട് വിരോധമില്ലാതെ ജീവിച്ചാൽ തന്നെ നമുക്ക് സ്വർഗം ലഭിക്കും. സർവം ശിവമയം അല്ലേ? സർവം ശിവമയം. തൂണിലും തുരുമ്പിലൊക്കെ ഈശ്വരനെന്നാണ് നമ്മുടെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചത്. അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? തൂണിനോടും തുരുമ്പിനോടൊക്കെ നമുക്ക് ആരാധന ഉണ്ടാവണം. കുറുന്തോട്ടിയാണെങ്കിലും തൊട്ടാവാടിയാണെങ്കിലും അല്ലേ, നമ്മൾക്ക് മരുന്നാണ്. തൊട്ടാവാടിയിൽ മുള്ളൊക്കെ ഉണ്ട്, തൊട്ടാ കുത്തുമൊക്കെ ചെയ്യും, എന്നാലും നമുക്കത് മരുന്നാണ്. അതുകൊണ്ട് അതിനെയും നമ്മൾ ചേർത്ത് പിടിച്ചു. കുറുന്തോട്ടി നമുക്ക് മരുന്നാണ്. അതിൻ്റെ വേരും നമ്മൾ വാദത്തിന് കഷായം ഉണ്ടാക്കി കുടിക്കും അല്ലേ? വാദത്തിന് കഷായത്തിന് കുറുന്തോട്ടിയുടെ വേരും വേണം. അപ്പോൾ കുറുന്തോട്ടി നമുക്ക് വേണം, തൊട്ടാവാടി നമുക്ക് വേണം. കുറുന്തോട്ടിയുടെ സ്വഭാവം മുള്ളൊന്നുമില്ല അല്ലേ? നമ്മൾ പോയി പിടിച്ചാൽ നമ്മളെ കുത്തൊന്നുമില്ല. പക്ഷെ തൊട്ടാവാടിയുടെ സ്വഭാവം അങ്ങനെയല്ല. നമ്മൾ പോയി പിടിച്ചാൽ കുറച്ച് നമ്മളെ കുത്തുമൊക്കെ ചെയ്യും. എന്നാലും നമ്മൾ തൊട്ടാവാടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഇതിൽ മുള്ളുണ്ട്, അതുകൊണ്ട് നമുക്കിത് വേണ്ട എന്ന് വൈദ്യൻ ചിന്തിച്ചോ? ഇല്ല. മുള്ളുണ്ടെങ്കിലും ശരി, മുരുക്കാണെങ്കിലും ശരി, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏതാണ് എപ്പോഴാണ് വേണ്ടി വരിക എന്നറിയില്ല. ഏതാ വേണ്ടി വരിക എന്നറിയില്ല. അപ്പം നമ്മൾ എല്ലാറ്റിനോടും ആത്മബന്ധമുള്ളവരായിരിക്കണം. ഒന്നിനോടും വിരക്തി പാടില്ല. ഒന്നിനോട് വിരക്തി പാടില്ല. ചാണകക്കുഴിയിൽ വരെ നമ്മൾ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. സ്വാമിയുടെ ചെറുപ്പത്തിൽ കുറേ ചാണകക്കുഴിയിൽ ഇറങ്ങിയിട്ട് ചാണകം കോരി തലയിലേറ്റിയതാണ്. മനസ്സിലായി അർത്ഥം? കുറേ ചാണകക്കുഴിയിലൊക്കെ ഇറങ്ങിയിട്ട് ചാണകമൊക്കെ കോരിയിട്ട് കൊട്ടയിലാക്കിയിട്ട് തലയിലേറ്റിയിട്ട് കൃഷിയിലൊക്കെ കൊണ്ടുപോയിട്ടതാണ്. അങ്ങനെ കുറേ ചാണകക്കുഴിയിൽ ഇറങ്ങിയിട്ടും നമ്മൾ ജോലി ചെയ്തു. കൂടെ ചന്ദനരയ്ക്കുന്ന ജോലിയും ചെയ്തിട്ടുണ്ട്. ചാണകം കോരുന്ന പണിയെടുത്തുന്നു, ചന്ദനരയ്ക്കുന്ന പണിയെടുത്തുന്നു. ഈ രണ്ട് പണിയെടുക്കുമ്പോഴും സുഖമുണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഭഗവാൻ ചാണകക്കുഴിയിൽ ഇറങ്ങിയിട്ട് ചാണകം ഏറ്റേണ്ട യോഗം തന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴും ചിരിച്ചു. നാളെ ചന്ദനരയ്ക്കുന്ന ജോലി ഭഗവാൻ തരുന്നുള്ള വിശ്വാസത്തിൽ. ഇന്ന് ചാണകം ഏറ്റിയാലും കുഴപ്പമില്ല, നാളെ ചന്ദനരയ്ക്കുള്ള ജോലി ഭഗവാൻ തരും. അതേപോലെ ചന്ദനരയ്ക്കുന്ന പണിയും തന്നു. ഇപ്പം എല്ലാവർക്കും ചന്ദനരച്ച് തൊട്ട് കൊടുക്കുക പണി. ഇപ്പം ചന്ദനം പൂശി കൊടുക്കല പണി. മനസ്സിലായി അർത്ഥം? എന്താ മനസ്സിലായില്ലേ അർത്ഥം? അപ്പം നമ്മൾ ഏത് തലത്തിൽ ജീവിക്കുകയാണെങ്കിലും ആ തലത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കണം. നമ്മളൊക്കെ ജനിച്ചത് ഓലക്കുടില്ല. ചാണകം തെച്ച നിലത്താണ് ഓലപ്പായൽ കിടന്നത്. പുതപ്പ് പോലും ഉണ്ടാവില്ല, കാലിലിടാൻ ചെരുപ്പുണ്ടാവില്ല, ഉടുതുണിക്ക് മലതുണി ഉണ്ടാവില്ല, വീട്ടിൽ സമയം നോക്കാനൊരു ക്ലോക്ക് പോലും ഉണ്ടായിട്ടില്ല, പാട്ട് കേൾക്കാനൊരു റേഡിയോ ഇല്ലായിരുന്നു, കറണ്ടില്ലായിരുന്നു, മണ്ണെണ്ണ വിളക്ക് കൊണ്ടാണ് ജീവിച്ചത്. അടുക്കളയാണെങ്കിലൊക്കെ ചോർന്നൊലിക്കലുണ്ടാവും. അടുപ്പ് കത്തണമെങ്കിൽ അട്ടത്തുനിന്ന് എന്തെങ്കിലും എടുക്കണം. അട്ടത്തൊക്കെ നമ്മൾ സൂക്ഷിക്കും, അടുപ്പ് കത്തിക്കാനുള്ളതൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയൊക്കെ ജീവിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഇതുവരെ എത്തിയിട്ടുള്ളത്. സ്വാമി മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും. നമ്മുടെ പൂർവികന്മാർ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അങ്ങനെയൊക്കെ ജീവിച്ചു കുറച്ചു കാലം. പിന്നെയാണ് നമ്മളൊക്കെ ആഡംബരത്തിലേക്കും നല്ല അനുഭവങ്ങളിലേക്കൊക്കെ ഉയർന്നിട്ടുള്ളത്. അതാണ് സത്യം അല്ലേ? അപ്പം നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചവരല്ലേ? സ്വാമി ഇപ്പോൾ പറഞ്ഞ പോലെയൊക്കെ സ്വാമിയൊക്കെ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊരു തലത്തിനെയും നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. ഇപ്പോഴും സ്വാമി മയിലാടുംകുന്ന് വന്നാൽ സ്വാമി താമസിക്കുന്ന സ്ഥലം ഇവിടുന്ന് നോക്കി അങ്ങനെ കാണാം അല്ലേ? വലിയൊരു ബംഗ്ലാവാണ്, കാണുന്നുണ്ടോ അതവിടെ? പക്ഷേ സ്വാമി അതിൻ്റെ ഉള്ളിലല്ല താമസിക്കുന്നത്. സ്വാമി അതിൻ്റെ പിന്നിൽ ഒരു ഓലപ്പരയല്ല താമസിക്കുന്നത്. അത് പിന്നെ കൂടെ വന്ന് നോക്കിയാൽ കാണാം. കണ്ടിട്ടുണ്ടോ? പിന്നിലൊരു ഓലപ്പര കാണാം, അവിടെ താമസം. പക്ഷേ ഇവിടുന്ന് നോക്കിയാൽ തോന്നും ഈ സ്വാമി ഇങ്ങനെ ബംഗ്ലാവിലാണല്ലോ താമസിക്കുന്നത്, സ്വാമി ബംഗ്ലാവിൽ നിന്നാണല്ലോ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അല്ലേ? കണ്ട ഒരു ബംഗ്ലാവ് പോലെയൊക്കെ ഇല്ലേ അത്? ഒരു ഫൈവ് സ്റ്റാർ പോലെയൊക്കെ തോന്നും കണ്ട. പക്ഷേ അതിൻ്റെ ഉള്ളിലല്ല വാസം. ഇന്ന് വരെ അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ പിന്നിൽ ഒരു ഓലപ്പേര ഉണ്ടാക്കി തരാൻ പറഞ്ഞു, അതിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഇപ്പോൾ സ്വാമി ഇവിടെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഈ കുംഭാഭിഷത്തോട് കൂടിയിട്ട് അവിടെ ഒരു ഓലപ്പരി ഉണ്ടാക്കി. ആദ്യം ഇവിടെ ഒരു ഓലപ്പര ഉണ്ടായിരുന്നു,
അവിടെ താമസിച്ചത്. അപ്പോഴും അതവിടെ ഉണ്ട്, അപ്പോഴും ഇവിടെ താമസിക്കും. അപ്പം നമ്മൾ ലളിതമാവും തോറും നമ്മുടെ ജീവിതം വിപുലമാവും. നമ്മൾ വിപുലമാവും തോറും നമ്മുടെ ജീവിതം ലളിതമാവും. അങ്ങനെ ആവാൻ പാടില്ല. എല്ലാ അവസ്ഥകളെയും അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുക. അപ്പം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മാത്രമായിരിക്കും. നമുക്കായിട്ടൊരു ദുഃഖം ഉണ്ടാവില്ല. എനിക്കതില്ല, എനിക്കിതില്ല, എനിക്കത് പോരാ, അത് പോരാ, അങ്ങനെ പോരാ, അങ്ങനെ പോരാ എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് സംതൃപ്തിയാവും. ഇപ്പോഴും സ്വാമി യാത്രയൊക്കെ പോണ സമയത്ത് ഒരു പായ കൂടെ കൊണ്ടുപോകും. പായക്കിട്ട് നിലത്തേ കിടക്കും. അങ്ങനെ പാടും. നിങ്ങളൊന്നും അങ്ങനെ കിടക്കണം എന്നല്ലാട്ടോ പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ ആഡംബരങ്ങളിലേക്ക് ലയിക്കും തോറും നമ്മുടെ അനുഭവങ്ങളൊക്കെ കുറച്ച് ദയനീയമായിരിക്കും. നമ്മൾ ആത്മാർത്ഥതയിലേക്ക് ലയിച്ചാൽ നമ്മുടെ അനുഭവങ്ങളൊക്കെ വിശേഷമാവും.